ഹലോ ഗൈസ്, എല്ലാവർക്കും യോവേസ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ തീഫ് ഓട്ടോയുടെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അന്ന് ബൈക്കുകൾ പർച്ചേസ് ചെയ്തായിരുന്നു. ആ ബൈക്കുമായിട്ട് നമ്മൾ വേണേൽ പോവുകയാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി പാർട്ട് വീട്ടിലോട്ടാണ് പോകുന്നത്. നേരെ വീട്ടിലോട്ട് മാറ്റി നോക്കുന്നുണ്ട്. ഇന്ത്യൻ ബൈക്ക് 3D ഗെയിമിനകത്ത് മാപ്പൊന്നുമില്ല. KTM ആണ് പർച്ചേസ് ചെയ്തത്. നമ്മളെ വീട്ടിലോട്ട് പോവാണ്. പക്ഷെ ഭയങ്കര ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സൈക്കിൾ നടത്താൻ അടുത്തൂടെ പോയിട്ടുണ്ട്. വീട്ടിലെ ഗേറ്റ് തുറക്കണം, ഓട്ടോമാറ്റിക് ചിത്രയിൽ നിൽക്കണം. നേരെ ഗ്യാരേജിലോട്ടുള്ള വണ്ടി കയറ്റുവാണ്. ഇപ്പോൾ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അടുത്തൊരു വണ്ടി കൂടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്തെടുക്കണം? ഫോൺ എടുക്കണം. ചീറ്റ് കോഡൊക്കെ ഇതിനകത്ത് കണ്ടോ? ഇതിനകത്ത് തന്നെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ചീറ്റ് കോഡൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. #406 അടിച്ചിട്ടുണ്ട് ഗൈസ്. അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് കാനോട്ട് സ്പോൺ വെഹിക്കിൾ ഇൻ ദിസ് ഏരിയ എന്ന്. ഗ്യാരേജിനകത്ത് നമുക്ക് സ്പോൺ ആക്കാൻ പറ്റുന്നില്ല. നേരെ നമ്മൾ വെളിയിലോട്ട് പോയിട്ടുണ്ട്. #405 ഗൈസ്. സൈക്കിൾ വന്നു ഗൈസ്. ഇനി #406 ഇതേ ഗൈസ്. പണ്ടത്തെ അപ്പച്ചന്മാർ സൈക്കിളൊക്കെ വന്നിട്ടുണ്ട്. നൈസായിട്ടുണ്ട് കേട്ടോ, പണ്ടത്തെ അപ്പച്ചന്മാർ സൈക്കിളൊക്കെ. നമ്മൾ ചവിട്ടുവാണ്. നമ്മൾ ഇനിയിപ്പം സൈക്കിൾ കയറ്റി പോവാണ് ഗൈസ്. ഇതിനകത്തൂടെ സാമാനം തുറക്കായിച്ചിരി പാടാണ്. അടുത്ത് വരുമ്പോഴേ തുറക്കണം, ഇത് തുറക്കത്തില്ല ഗൈസ്. നമ്മൾ പോയി നോക്കുവാണ്. നമ്മൾ പാർക്കിലോട്ടാണ് കേട്ടോ ഗൈസ് പോകുന്നത്. ഗൈസ്, അടുത്ത് നമ്മൾ അവിടുന്ന് ഇച്ചിരി മുന്നോട്ട് പോയിട്ട് വലത്തോട്ടെടുത്താൽ മതി. പാർക്കെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പാർക്കൊന്നും എത്തത്തൊന്നും ഇല്ലായിരിക്കും ഗൈസ്, ഇത്ര ഇതൊക്കെ പോകണ്ടേ. നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. ദേ ഗൈസ്, ആ കാണുന്നതാണ് അവിടുത്തെ പാർക്ക്. അവിടുത്തെ അല്ല, ഇതിനകത്തെ പാർക്ക്. മറ്റേതിനകത്തൊക്കെ ആണെങ്കിൽ കാടൊക്കെ വരുവാണെങ്കിൽ അല്ല ഡിനോസറിനെയൊക്കെ അത് കാണത്തില്ലേ. ഇതിനകത്തൊരു സുഖമില്ല. നമ്മൾ മാപ്പിൽ കാണിക്കുന്ന പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് പോവുകയാണ്. ഒരു പുള്ളിനെയൊക്കെ നമ്മൾ ഇടിച്ചിട്ടുണ്ട്. പുള്ളി വീണില്ല കണ്ടോ, ഓടിപ്പോകുന്നുണ്ട്. പുള്ളി എന്നിട്ട് സൂപ്പർമാൻ്റെ ആളാന്ന് തോന്നുന്നു. ഓടി അങ്ങ് പോവാ. നമുക്ക് എത്തേണ്ട സ്ഥലം മാറിപ്പോയി. കഴിഞ്ഞാൽ നമ്മളെ തെറിച്ച് വീഴാൻ വേണ്ടിയാണ് ചുമ്മാ കാണിച്ചത്, പക്ഷെ ഇതിനകത്ത് തെറിച്ച് വീഴുന്നില്ല. അതാണ് മറ്റേനകത്ത് ഇപ്പം മുറുക്കാൻ തുപ്പിയേനെ. പ്ലക്കെന്നും പഴുതാട്ട് വീണിട്ട് ഗൈസ്. നമ്മൾ കാറൊക്കെ എടുത്തിട്ടുണ്ട്. കാറിൽ കയറി സൈക്കിളൊന്നും എത്തത്തൊന്നുമില്ല. നാളെ രാവിലെ എടുക്കുന്നുണ്ട് സൈക്കിളിലൊക്കെയാണ് എത്താനായിട്ട്. ഇതാ പിന്നെ കുഴപ്പമില്ല, സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. നൈസ് ഡ്രിഫ്റ്റാണ് കേട്ടോ ഇതിനകത്ത്. അതിലോട്ട് കയറി നമ്മൾ ഇടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കറങ്ങി കറങ്ങി പോകണം. ഇറങ്ങി നടന്നു ഗൈസ്. അതിൻ്റെ പൊക്കത്ത് കയറാൻ പറ്റും ഗൈസ്, നമുക്ക് നോക്കിയിട്ട് വരാം.
കയറാൻ പറ്റുമായിരിക്കും ഗൈസ്, കയറാൻ പറ്റും. ഒന്ന് നടന്നു പോയിട്ട് വരാം ഗൈസ്. മണ്ടക്കൂട്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ പോയി താഴോട്ട്. ഗൈസ് ഇവൻ ഡിങ്കനാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. താഴോട്ട് വീണിട്ടും അവനാണെങ്കിൽ തിരിച്ചിതാവുന്നുണ്ടോ, നിൽക്കുവാണ് ഗൈസ്. അവിടെ മറ്റേ വീഴുന്നൊന്നുമില്ല ഗൈസ്. നമ്മൾ വീണ്ടും കാറിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ പാർക്കിൻ്റെ അടുത്തെത്താറായി ഗൈസ്. ആ കാണുന്നത് കണ്ടോ, അതാണ് പാർക്ക്. വേറെ കാറിലൊക്കെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് നമ്മൾ. റൈഡറൊക്കെ ഇപ്പോൾ മരത്തെ ഇടിച്ച് ഗൈസ്. ഇടിച്ചു. ഇന്ന് നമുക്ക് ഈ കാർ വേണ്ട. വീണ്ടും കയറി പോകണം ഗൈസ്. എനിക്ക് ഈ കാർ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്തോ കൺട്രോളിൽ നിൽക്കുന്നില്ല. അയ്യോ നേടെ മറ്റേ ഇരിക്കുന്ന കസേരയുടെയൊക്കെ പൊക്കത്തോട് തെറിച്ചു പോയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഗൈസ് ഇതിനകത്ത് കാടാണെങ്കിൽ നൈസാണ്. ഒരു ഒറ്റ സിംഹം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഒറ്റ സിംഹം മാത്രമേ ഉള്ളൂ ഈ കാടിനകത്തേക്ക്. സിംഹത്തെ വെടി വെക്കണം, അല്ല അതിൻ്റെ അടുത്ത് പോകണം, എന്നാലേ തിരിച്ച് വരത്തുള്ളൂ ഗൈസ്. നമ്മൾ നോക്കുകയാണ്. ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. 121 #121 ഗൈസ്. ഇതിനകത്ത് കണ്ടോ ഒരു പുള്ളി വന്നുണ്ടോ. എനിക്ക് ഈ പുള്ളി കണ്ടോ അടിക്കാനൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ഒറ്റയിടി കൊടുക്കാം ഗൈസ്. പുള്ളിയുടെ ഒരു സാധനമുണ്ട് ഗൈസ്, മറ്റേ ബാറ്റ്. നമ്മളെ ബാറ്റൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് തന്നെ ഇടിച്ചിട്ടുണ്ട് ഗൈസ്. കൊന്നിട്ടുണ്ട് ഗൈസ്. പോലീസ് എത്തി. പോലീസ് മാമൻ വരുന്നുണ്ട് ഗൈസ്. നേരെ നമ്മൾ റിവേഴ്സ് എടുക്കുവാണ്. അയ്യതേ പോയി. നമ്മൾ റിവേഴ്സ് എടുക്കാൻ തന്നെ നോക്കുമ്പോൾ കണ്ടോ ഗൈസ്, നമ്മൾ വെളിയിലോട്ട് പോകണം ഗൈസ്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലെ വഴിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഗൈസ്. നമ്മൾ ആ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ആ പാതയിൽ കൂടെ മാറ്റി ഗ്രൗണ്ടിൽ കൂടെ ഒക്കെയാണ് ഓടിക്കുന്നത് ഗൈസ്. എത്രയും പെട്ടെന്ന് വീട്ടിലോട്ടാണ്. കണ്ടോ ഗൈസ്, നമ്മൾ പറക്കുവാണ് ഗൈസ്. ഒറ്റ ഡ്രിഫ്റ്റ് ഗൈസ് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് അടിച്ചപ്പോൾ കാറിനിടയ്ക്ക് കയറി വന്നുകൊണ്ടാണ്, അല്ല നമ്മുടെ കുഴപ്പമല്ല ഗൈസ്. പോലീസ് വണ്ടിയൊക്കെ ഉണ്ടോ, കണ്ടോ. നമ്മളെ റൂട്ട് മാറിപ്പോയി. ഡ്രിഫ്റ്റ് അടിക്കുവാണ്. തിരിച്ച് നമുക്ക് പോവാം ഗൈസ്. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം. ഡ്രിഫ്റ്റിംഗ് ആണ് എനിക്ക് കാരണം, ഡ്രിഫ്റ്റിംഗ് ആണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ സ്റ്റാർ കത്തി നിൽക്കുവാണ് ഗൈസ്. അതാണ് ഗൈസ്. പോലീസ് വണ്ടി ഡിഫറെൻ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നമ്മൾ തോക്കെടുക്കണം ഗൈസ്. നമ്മുടെ മിസൈൽ ഓടുന്നു. കാറങ്ങ് അടിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ മറ്റേ AK-47 എടുത്തിട്ടുണ്ട്. അടിച്ച് കൊല്ലുവാണ് ഗൈസ്. നമ്മളെ അടിച്ച് നമ്മൾ ഓടിക്കും. ഇതാണ് ഗൈസ്. ഇനി മിസൈലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മിസൈൽ എടുത്തിട്ടുണ്ട്. ഇത്രയും മനസ്സിലാവും. ഫുൾ സ്റ്റാർ ഗൈസ്, ഫുൾ സ്റ്റാർ. നമുക്ക് ഫുൾ സ്റ്റാറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് അടിയൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. കുറേ അടിയൊക്കെ നമുക്കും കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെറുതെ നിൽക്കുകയാണ് ഗൈസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അഭിപ്രായം, നിർദ്ദേശം കമൻറ്റിൽ അറിയിക്കാൻ പാടില്ല. ബൈ.